വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. റവയും നേന്ത്രപ്പഴം ഉപയോഗിച്ച് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ചെറിയ കട്ടൊന്നും ഇടയിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഈ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ മിക്സും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വറവ് വേണം. അപ്പോൾ അതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് വറവായിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ്. അപ്പോൾ അത് ചെറിയ കഷ്ണമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ നെയ്യിലേക്ക് ചേർക്കുന്നതായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ചെറിയൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതും ഈ നെയ്യിൽ കുറച്ച് സമയം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നാളികേരം ചെറുതായിട്ടൊന്ന് മൂപ്പാവണ വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നാളികേരം അത്യാവശ്യം മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വറുത്തെടുത്ത പഴത്തിൻ്റെയും നാളികേരത്തിൻ്റെയും മിക്സും കൂടിയും ചേർത്ത് കൊടുക്കാം. അതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. കാരണം റവ ആയതുകൊണ്ട് തന്നെ ഇരിക്കും തോറും കുറച്ചൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇത് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ലൂസിലെടുത്താൽ മതി. ഇനി നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചധികം തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാൽ ചേർത്തുങ്ങായിട്ട് ഒന്ന് ലൂസാക്കിങ്ങായിട്ട് എടുക്കുക. ഈ ഒരു ലൂസിലെടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ബാറ്റർ ഇട്ടുങ്ങായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയിടുമ്പോൾ കുറച്ചൊരു തിക്കിൽ തന്നെ തയ്യാറാക്കിയെടുക്കണം. നമ്മൾ നോർമലി ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കണ പോലെ അത്രക്കും ലൂസ് ആവരുത്. കുറച്ചും കൂടി ഒരു തിക്കായിട്ട് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നല്ലൊരു ബ്രൗൺ കളറാവണ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. കയ്യിൽ നേന്ത്രപ്പഴവും റവയും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇത് നേന്ത്രപ്പഴമൊക്കെ വറുത്തിട്ടിട്ടുള്ളതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ റവയും നേന്ത്രപ്പഴവും ചേർത്തുള്ള അപ്പെല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്